ഹലോ കേസ്, ഇതാ ഞാൻ ഗോതമ്പ് കഴുകി ഉണക്കണമായിരുന്നു. ഉണക്കി ഞാൻ എടുത്ത് വെക്കാൻ പോണേണേ. ഞാനേ ഹലോ കേസ്, ദേ എനിക്ക് ഷുഗറാണേ. ഷുഗറുള്ളതുകൊണ്ട് ഗോതമ്പിൻ്റെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് രാത്രി. കണ്ടോ ഗോതമ്പ് വേണ്ട, എനിക്ക് ചോറ് ഇഷ്ടം, പക്ഷേ ഗോതമ്പ് ചപ്പാത്തിയാണ് രാത്രി കഴിക്കണത്. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഞങ്ങൾ കഴുകി ഉണക്കി പൊടിപ്പിച്ച് ചപ്പാത്തി ഇട്ട് രാത്രി അത് ഒരു 4 എണ്ണം കഴിക്കും. ഇക്കാക്ക് 3 എണ്ണം, എനിക്ക് 4 എണ്ണം. ഇങ്ങനെയാണ് ഗൈസ്. അപ്പം ഇപ്പം എവിടെയും അസുഖമല്ലേ. എനിക്ക് ഒരു ചെറുപ്പത്തിൽ തന്നെ അസുഖം വന്നതാണ്. ഇപ്പോൾ ഒരുപാട് കാലമായി ഇപ്പോൾ ഷുഗർ വന്നിട്ട്. അത് ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നല്ല മധുരമില്ലാത്ത ചായ, നേരിയ മധുരത്തിലാണ് ചായ കുടിക്കുന്നത്. പിന്നെ ഇത് ഗോതമ്പിൻ്റെ ചപ്പാത്തി, ഗോതമ്പിന് ചിലപ്പോൾ പുട്ട്, പിന്നെ ഒരു നേരം ചോറ് കഴിക്കും. പിന്നെ നെയ്ച്ചോറൊക്കെയാണ്, ബിരിയാണിയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ആ ചപ്പാത്തി മാറ്റി വെച്ചിട്ട്, എപ്പോഴും കഴിക്കില്ലല്ലോ, വല്ലപ്പോഴും. അപ്പോൾ രാത്രി ഞങ്ങൾ ഇത് കഴിക്കും കേട്ടോ ഗൈസ്. നമുക്ക് പിന്നെ നാളെ എന്തായാലും ഇവിടെ നിന്ന് കുറേ അല്ല, ഒരു 5 വെണ്ടയ്ക്ക കിട്ടി. ആ 5 വെണ്ടയ്ക്കയും 2 വഴുതനങ്ങയും 1 തക്കാളിയും പിന്നെ ഒരു കോവയ്ക്ക കിട്ടിയുള്ളൂ. കോവക്ക നോക്കിയിട്ട് കണ്ടില്ല, വെയിലല്ലേ. അപ്പോൾ ഒരു കോവയ്ക്ക ഇട്ട്, പിന്നെന്താ ഇട്ട്, ഇത്തിരി കുമ്പളങ്ങയുടെ ഒരു കഷ്ണം ഉണ്ടായി, അതുമിട്ട് സാമ്പാർ വെച്ചു. നാളെ ഇഡ്ഡലിയാണേ. അപ്പോൾ അതിനരച്ച് ഇഡ്ഡലിയാണ് നാളെ, ഇഡ്ഡലി സാമ്പാർ. അപ്പം നിങ്ങൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു. ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു ഞാൻ നിർത്തുന്നു. ഓക്കേ, ബൈ.